ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. പേൾവെയിൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് PVC മെറ്റ മൾട്ടി പർപ്പസ് ടോക്കൺ NFT ടോക്കൺ എന്ന് പറയുന്ന പ്രോഗ്രാം. ഇവിടെ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം പേൾവെയിൻ ഇന്റർനാഷണൽ 6 പ്രൊജക്റ്റുകളാണ് അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തി ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിക്കൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ പാർട്ണർ ആയിട്ടാണ് അദ്ദേഹം മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് PVC മെറ്റ മൾട്ടി പർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം. ഇവിടെ അദ്ദേഹം 1000 PVC മെറ്റ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് വാലറ്റിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ഹോൾഡറും ഒപ്പം പാർട്ണറും ആയി മാറുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് 2 കാര്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയും. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രോഗ്രാമാണ് റഫറൽ മാർക്കറ്റിംഗ്. ഇന്ത്യയിൽ റഫറൽ മാർക്കറ്റിംഗ് മേഖലയിൽ വളരെ സജീവമായി ചെയ്യുന്ന പല കമ്പനികളിലും സക്സസ് ആവാത്ത ഒരുപാട് കമ്പനികളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഇവിടെ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം പേൾവെയിൻ ഇന്റർനാഷണൽ ഒരുക്കുന്നു. ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഒരു ഇൻവെസ്റ്റർ ആയിക്കൊണ്ട് ഇതിലേക്ക് പ്രവർത്തനം നടത്താം. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് സാധാരണഗതിയിൽ പേൾവെയിൻ ഇന്റർനാഷണലിൽ 1000 ദിവസമാണ് അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുന്നത് അദ്ദേഹം എന്താണോ ഈ സിസ്റ്റത്തിൽ ചെയ്തത് അതിന്റെ 0.20 ആണ് അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് സാധാരണ ഒരു ഇൻവെസ്റ്ററായി കടന്നു വരണമെങ്കിൽ 100 USDT ആണ് ആവശ്യമായി വരുന്നത്. USDT മീൻസ് അതൊരു സ്റ്റേബിൾ കറൻസി ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് നോക്കാം. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി 0.20 ആണ് ലഭിക്കുക. ഓക്കെ, 0.20 1000 ദിവസത്തിന് അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ സിസ്റ്റത്തിന്റെ മെച്യൂരിറ്റി കാലാവധി എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് 2 ലക്ഷം രൂപയായി തിരിച്ചു ലഭിക്കുന്നു. 1 ലക്ഷം അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്, 1 ലക്ഷം നേരെ ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു. ഓക്കെ, ഇവിടെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം വർദ്ധിപ്പിക്കുവാനാണ് അദ്ദേഹം ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാത്തതിന്റെ കാരണം അദ്ദേഹം ആളുകളോട് പോയി ഈ ഒരു കാര്യം സംസാരിച്ച് അദ്ദേഹം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തീരുമാനിക്കുന്നു, എൻ്റെ കയ്യിലുള്ള പണത്തെ ഒന്നുകൂടി വേഗത്തിൽ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ് വളരെ പ്രധാനപ്പെട്ട സിസ്റ്റം നമുക്ക് പറയുന്ന ഒരു മാർഗം കോമ്പൗണ്ടിങ് ആണ്. കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ അറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് പഠിച്ച ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിങ്ങിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സംഭവിക്കുന്നത്? ഉദാഹരണമായി ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി ലഭിക്കുന്ന 0.20 30 ദിവസം അദ്ദേഹത്തിന് എത്രയാണോ തിരികെ ലഭിക്കുന്നത് അത് വീണ്ടും അദ്ദേഹത്തിന്റെ ക്യാപിറ്റലായ 5 ലക്ഷം രൂപയുടെ കൂടെ കോമ്പൗണ്ട് ചെയ്യുന്നു, അതായത് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ മാസം മുതൽ അദ്ദേഹത്തിന് കൂട്ടിച്ചേർത്ത തുകയുടെ ചേർത്താണ് 0.20 വരുമാനം ലഭിക്കുക. ഉദാഹരണമായി നമുക്ക് നോക്കാം, 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡെയിലി 1000 രൂപയാണ് സിസ്റ്റം നൽകുന്നത്. സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറയാം, 85% മാത്രമാണ് ഒരു വ്യക്തിക്ക് ഈ സിസ്റ്റം വിഡ്രോവൽ അനുവദിക്കുന്നുള്ളൂ. 15% സിസ്റ്റം തന്നെ മറ്റൊരു വാലറ്റിൽ അദ്ദേഹത്തിന് വേണ്ടി തന്നെ ഹോൾഡ് ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോൾ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കലും മടങ്ങിപ്പോകാൻ കഴിയാത്ത വിധം ഇതൊരു റൊട്ടേഷനായി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയായി സിസ്റ്റം നമ്മളെ മാറ്റിയെടുക്കുന്നു. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 1000 രൂപ ഒരു ദിവസം റിട്ടേൺ ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 85%, അതായത് 850 രൂപയാണ്. ഓക്കെ, അദ്ദേഹം അത് വിഡ്രോ ചെയ്യുന്നില്ല, 1000 ദിവസം ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മാസം അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് 25,500 രൂപയായിരിക്കും. ഓക്കെ, അദ്ദേഹം 25,500 രൂപ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലായ 5 ലക്ഷം രൂപയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ മാസം അദ്ദേഹത്തിന് 5,25,500 രൂപയുടെ റിവാർഡാണ് ലഭിക്കുക. 0.20, അതായത് 850 രൂപയിൽ നിന്നും 893 രൂപയായി ഇത് വർദ്ധിക്കുന്നു. 893 × 30 ദിവസം അദ്ദേഹത്തിന് രണ്ടാമത്തെ മാസം ലഭിക്കുന്നത് 26,790 രൂപയാണ്. ആദ്യത്തെ മാസം 25,500 ലഭിച്ചു, രണ്ടാമത്തെ മാസം 26,790 രൂപ. അദ്ദേഹം വീണ്ടും രണ്ടാമത്തെ മാസം കോമ്പൗണ്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ വീണ്ടും വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. ആദ്യത്തെ മാസം 5 ലക്ഷം, രണ്ടാമത്തെ മാസം 5,25,500, മൂന്നാമത്തെ മാസം 5,52,290 രൂപയായി വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മൂന്നാമത്തെ മാസം മുതൽ ലഭിക്കുന്ന ഡെയിലി റിവാർഡ് എന്ന് പറയുന്നത് 938 രൂപയാണ്. 938 × 30 ദിവസം അദ്ദേഹത്തിന് മൂന്നാമത്തെ മാസം ലഭിക്കുന്നത് 28,140 രൂപയായിരിക്കും. അദ്ദേഹം മൂന്നാമത്തെ മാസം വീണ്ടും കോമ്പൗണ്ട് ചെയ്തു, 5 ലക്ഷത്തിന്റെ കൂടെ വീണ്ടും ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ മാസം മുതൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5,80,430 രൂപയാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ഡെയിലി റിവാർഡ് 0.20 എന്ന് പറയുന്നത് 986 രൂപയായി വർദ്ധിക്കും. 986 × 30, 29,580 രൂപയായി അദ്ദേഹത്തിന് വർദ്ധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ മാസം എന്ത് ചെയ്യുന്നു? അദ്ദേഹം വീണ്ടും കോമ്പൗണ്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് അഞ്ചാമത്തെ മാസം ആവുമ്പോഴേക്കും 6,10,10 രൂപയായി വർദ്ധിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ മാസം മുതൽ അദ്ദേഹത്തിന്റെ ഡെയിലി റിവാർഡ് എന്ന് പറയുന്നത് 1,037 രൂപയായി വർദ്ധിക്കും. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന റിവാർഡ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിന്റെ കൂടെ ഏഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് 1000 ദിവസം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് 24,55,048 രൂപയായി സാധാരണഗതിയിൽ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിസ്റ്റത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 USDT-യിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അദ്ദേഹത്തിന് എപ്പോൾ അദ്ദേഹത്തിന്റെ വാലറ്റിൽ 100 USDT എത്തിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒന്നുകിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്ങിലേക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞത് 1 മാസം കൊണ്ട് കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, 1 മാസം 2 തവണയും 3 തവണയും 4 തവണയും ഒക്കെ നമുക്ക് കോമ്പൗണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ 24 ലക്ഷം രൂപയിൽ കൂടുതൽ നമുക്ക് കോമ്പൗണ്ടിങ്ങിലൂടെ നമ്മുടെ പണത്തിനെ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത. കോമ്പൗണ്ടിങ്ങിനെ സംബന്ധിച്ച് വേൾഡ് വൈഡ് ഇന്റർനാഷണൽ മാത്രമല്ല, ഏത് സിസ്റ്റത്തിലും അതിന്റെ വർക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പണം എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തുന്നതിനുള്ള മാർഗം അതെന്താണ് എന്നുള്ളത് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കോമ്പൗണ്ടിങ്ങിലൂടെ ഏതൊരു വ്യക്തിക്കും ഒരു ചെറിയ തുക ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ വളരാനുള്ള ഒരു സാഹചര്യമാണ് സിസ്റ്റം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി 1000 PVC മെറ്റ നിങ്ങളുടെ സ്വന്തം ഫോണിൽ ക്രിയേറ്റ് ചെയ്യുന്ന ട്രസ്റ്റ് വാലറ്റിൽ വാങ്ങി ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തെ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആരാണോ നൽകുന്നത്, അയച്ചു തരുന്നത്, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു.